ഞാനിപ്പം ഈ വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നത്, കവാസാക്കി വെർസസ്. സോ ഗുഡ് മോർണിംഗ് എവറി വൺ, ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ്. സോ ഞാനും എൻ്റെ ഫ്രണ്ട് പ്രേഷ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ മീറ്റപ്പ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗ്രീൻ ആണെങ്കിലും ആരെങ്കിലും ഒക്കെ ക്രോസ് ചെയ്യും, ക്വൈറ്റ് കോമൺ. സോ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇപ്പോൾ ഒരു ഹാർലി ഉണ്ട്, Z900, ബെൻലി, പിന്നെ ഒരു ബൂസ, പിന്നെ വെർസിസ്. രോഹിത്. No, I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take sh**. I got no love for the fakeness. If you wanna play tough. Left, left, left. So guys, ഇതാണ് ഷേർ ഇ പഞ്ചാബ്. ഞങ്ങളങ്ങനെ എത്തി. I got facts over tracks, this and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. So guys, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഞങ്ങൾ പോവാ തിരിച്ച്, ഗിയറിങ് അപ്പ്. സോ ഞാനിപ്പം ഈ വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നത്, കവാസാക്കി വെർസസ്. ഇത് ടൂററാ. എൻ്റെ ഹൈറ്റ് കണ്ടോ, ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഓടിക്കാൻ പോകുന്നത്. കാല് കോച്ചി പിടിക്കുന്നു. స్టిఫ్ కాలు ఇదైంది బ్రో. ఓ క్యా బోల్తే ఎక్కలేదు. കാല് കോച്ചി പിടിച്ചതിനകത്ത് കയറിയിരുന്നപ്പോൾ അവർ പറഞ്ഞത് സ്റ്റാൻഡിൽ വെച്ചിട്ട് തന്നെ ചവിട്ടി കയറണം, അല്ലാതെ സ്റ്റാൻഡിൽ വെക്കാതെ കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടി ഇതിൽ കയറ്. ചവിട്ടി കയറിക്കുക, ചവിട്ടി കയറാ. സോ എൻ്റെ വണ്ടി പുള്ളിയാണ് ഓടിക്കുന്നത്. ചൂട്, നല്ല ചൂടുണ്ട്, വെയിൽ വന്നില്ലേ. എൻ്റെ ഈ ജാക്കറ്റൊന്നും ബ്രീത്തബിൾ അല്ല, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. പുള്ളി പറയുന്നു മാച്ചായി, ഗ്രീൻ ഹെൽമെറ്റ്, ഗ്രീൻ വണ്ടി. കൊള്ളാം കേട്ടോ. ഓ, തേർഡ് ഗിയറിൽ തന്നെ 100 ക്രോസ് ചെയ്തു. 100 ക്രോസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല വണ്ടി, കാരണം കാറ്റ് ഒട്ടും അടിക്കുന്നില്ല. ഇതിൻ്റെ ഫ്രണ്ട് വൈസറുണ്ട്, എൻ്റെ തലയുടെ മുകളിൽ വരെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ട് വൈസർ. സോ കാറ്റ് അടിക്കുന്നതേ ഇല്ല, അതുകൊണ്ട് സ്പീഡ് മനസ്സിലാവുന്നില്ല. സുഖമാകട്ടെ വണ്ടി. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഈസ് വെരി കംഫർട്ടബിൾ. ആ മറ്റേ വണ്ടിക്കകത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കിടന്ന് ഓടിക്കണ്ടേ, അതൊരു പ്രത്യേക സുഖമാണ്. പക്ഷേ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഈസ് ലൈക്ക് വളരെ കംഫർട്ടബിൾ. എനിക്ക് കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, എഫേർട്ട്ലെസ്.
എൻ്റെ വണ്ടി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ വണ്ടി ഇങ്ങനെ വേറൊരാൾ ഓടിച്ചു പോകുന്നത്. ആ എന്താ ലുക്ക്. എനിക്ക് എൻ്റെ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പുറകിൽ നിന്നുള്ള ആ ലുക്ക് കണ്ടോ. മറ്റേതിന് എക്സോസ്റ്റ് ഇല്ല. മറ്റേതിൻ്റെ എക്സോസ്റ്റ് അവൻ ഇതിട്ടേക്കുവാ. ഓ ചുമ്മാ അല്ല, ഈ വണ്ടി പുള്ളിക്കാരൻ ലഡാക്കൊക്കെ കൂളായിട്ട് പോയിട്ട് വന്നത്. ഒരു 15 days എടുത്തെന്ന് തോന്നുന്നു. ഈ വണ്ടിയിൽ 3 പേര്, ഈ വണ്ടിയും പിന്നെ ഒരു ട്രയംഫും പിന്നൊരു ബെൻലിയാന്ന് തോന്നുന്നു. അത് 2 ബെൻലിയാണോന്ന് അറിയത്തില്ല. മലയിൽ ഇതില്ലേ TRK ടൂറർ ബെൻലിയുടെ, അതിൽ ഇവർ ലഡാക്ക് പോയിട്ട് വന്നു. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് കണ്ടോ, ഹാൻഡിലൊക്കെ ഉണ്ടോ, ഇങ്ങനെ നമുക്കിങ്ങനെ വിരിഞ്ഞിരിക്കാൻ പറ്റും. നല്ല സുഖമാണ്. പുള്ളി ഇങ്ങനെ നടു നൂർക്കുന്നു. സോ ഇങ്ങനെയുള്ള വണ്ടി ഓടിച്ച് ശീലമുള്ളവർക്ക് കുനിഞ്ഞിങ്ങനെ ഓടിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ബാക്ക് പെയിനൊക്കെ ഫീൽ ആവും. അതിനകത്ത് ഇരുന്ന് നമ്മളൊന്ന് കംഫർട്ട് ആവണം, എന്നാലേ ശരിയാകുള്ളൂ. ലോങ് ഒക്കെ പോകുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ ഈ സ്പോർട്സ് ബൈക്സിലൊക്കെ ഇരിക്കുന്ന ഒരു പൊസിഷനുണ്ട് ഗൈസ്. നമ്മൾ ഈ നോർമൽ ബൈക്കിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, നമ്മൾ കുനിഞ്ഞ് കിടക്കുമ്പോൾ കയ്യിൽ മൊത്തം വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ കഴിക്കും. അങ്ങനെയല്ല ഇതിനകത്ത് ഇരിക്കുന്നത്. അതിന് ഇരിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. ഇതിന് സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ല ഇട്ടേക്കുന്നത്. ഇതിൻ്റെ സ്റ്റോക്ക് മാറ്റി യോഷിമോറ എന്ന് പറഞ്ഞ എക്സോസ്റ്റാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് സൗണ്ട് ഡിഫറെൻ്റ് ആയിട്ട് വരും. പിന്നെ പെർഫോമൻസും കൂടും, കാരണം വെയിറ്റ് ഡിഡക്ഷൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്ത വണ്ടിയുടെ പെർഫോമൻസ് കൂടും. ഈ വണ്ടിക്കകത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബംപ്സ് ഇതൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. കൂളായിട്ട് ഇറങ്ങിപ്പോകും, അറിയത്ത് പോലും ഇല്ല. സൗണ്ട് കേട്ടാ, ഇൻലൈൻ 4 ഈസ് ഇൻലൈൻ 4 ഗൈസ്. അത് ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ സൗണ്ട് ലെവലാ സൗണ്ട്. എന്നിട്ട് ഒരേ ഒരു പ്രശ്നമുള്ളൂ, എനിക്ക് കാറ്റടിക്കാത്തതുകൊണ്ട് നല്ല ചൂടെടുക്കുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൂറർ അല്ലേ. സോ ഇതിനകത്ത് ഈ റൈഡിങ് ജാക്കറ്റ് പറ്റില്ല. ഇത് ബ്രീത്തബിൾ ആയിട്ടുള്ള ജാക്കറ്റ് ആയിരിക്കണം നല്ലത്. ഐ മീൻ ഈ വണ്ടിക്ക് ബ്രീത്തബിൾ ആയിട്ടുള്ള ജാക്കറ്റാണ്, കാരണം ഡയറക്റ്റ് വിൻഡ് അടിക്കുന്നില്ല. അപ്പം നല്ല ചൂടെടുക്കുന്നുണ്ട് എനിക്ക്. ബ്രോ మెసేజ్ పెట్టినా వేరే ఆరు గారు కనీసం పెట్టినా ఫోన్ చేసిన మనం ఫోన్ చేసుకున్నాం, మనకు ఫోన్ చేసినా ఇది బూసా బట్ వీమో TC5. സോ എൻ്റെ വണ്ടിയിൽ എന്തോ സൗണ്ട് കേൾക്കുന്നു പറഞ്ഞു, അതൊന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നതാ. പൊളിയാണ് ഗൈസ് ഇത്. എനിക്ക് ഒരേ ഒരു കാര്യം ഫീൽ ആയുള്ളൂ, ഫ്രണ്ട് ബ്രേക്ക് ഒത്തിരി കുറവാണ്. പിന്നെ ഹൈ സ്പീഡിൽ ഫ്രണ്ട് ബ്രേക്ക് ചെറുതായിട്ടൊന്ന് ഇതാവുന്നുണ്ട്, ഒരു വൈബ്രേഷൻ പോലെ വരുന്നുണ്ട്. അല്ലാതെ വേറൊന്നും എനിക്ക് ഫീലായില്ല. അവൻ പറയുന്ന സൗണ്ടൊന്നും കേൾക്കുന്ന പോലും ഇല്ല.
ఫ్రంట్ బ్రేక్ లేదన్నా, ఫ్రంట్ బ్రేక్ చాలా తక్కువ ఉంది. ఒకసారి ప్యాడ్స్ చూస్తే అర్థమవుతుంది. ప్యాడ్ ఎక్కడ ఉంది? ప్యాడ్స్ చూసుకో ఒకసారి, కనిపిస్తుందా? ఫ్రంట్ బ్రేక్ ఏమో బ్రో, బ్రేకే అది. ఒక్క నిమిషం. अब मेरा एक बार ये पकड़ के देखो, आपका एक इतना दूर आ रहा, నాది ఇంత పట్టుకుంటే చాలు. एक बार సెట్ कर ले उसको भी. का మస్తు ఉంది బండి. అదే పవర్. వెయిట్ కూడా చాలా తగ్గినట్టు. అండ్ లుక్ మాత్రం వేరే ఉంది బ్రో ఇది. ఎంజాయ్ పండగ. ఎక్కడా ఆయన కొత్త కిషోర్ అన్న కొత్తది కొన్నాడు. S1000RR అన్న ఇందాక నడిపినా, నాకు అప్పటి నుంచి నా బండి పడేవుతే ఏముందన్నా. అది S1000 BMW. చలో చలో. నీకు బ్లాస్ట్ ఉంది కదా, అవసరం లేదు వైజర్. అవునవును, అదే అదే. ఎంత అవుతుందో కొట్టు. నాకు ఫస్ట్ చెమట వచ్చింది, హవా లేదు కదా, అందుకే ఓపెన్ చేసిన. ചലോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, മറ്റേ ഹൈബൂസ് ഞാൻ ഇപ്പോൾ ഓടിച്ചതേ ഉള്ളൂ. എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ തന്നതാണ്. സോ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഒത്തിരി ഇതാണ്, കുറവ് പോലെ തോന്നി. പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഇച്ചിരി വോബിൾ ആവുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ വണ്ടിക്ക് അങ്ങനെ ഇല്ല. സോ അതെന്താ പ്രശ്നമെന്ന് അറിയില്ല. നമ്മൾ മെക്കാനിക്കിനെ കാണിക്കണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്താണെന്ന്. പിന്നെ ആ വണ്ടിക്ക് എക്സോസ്റ്റ് ഇല്ലല്ലോ, സ്റ്റോക്ക് അല്ലല്ലോ. സോ അതിൻ്റെ കുറേ വെയിറ്റ് കുറയും, ഒരു ഓൾമോസ്റ്റ് 10 to 15 kg കുറയും. അപ്പം നല്ല സുഖമാണ് ഓടിക്കാൻ. ഇതിന് എൻ്റെ വണ്ടിയെക്കാട്ടിലും നല്ല വെയിറ്റ് കുറവാണ്, പറക്കുവാ വണ്ടി. ഫുൾ സിസ്റ്റം അല്ലേ. പിന്നെ അവൻ ബ്രേക്ക് പുറകിലത്തെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളായിരുന്നു ഇത്രയും നാളും. എങ്ങനെ വണ്ടി നിർത്തിയെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് ഫ്രണ്ട് ഡ്യുവൽ ഡിസ്ക് അല്ലേ, ഒള്ളി ഇതേ യൂസ് ചെയ്യാവുള്ളൂ. ഒള്ളി ഫ്രണ്ട് ബ്രേക്ക്. ഞാനാണെങ്കിൽ ഫ്രണ്ട് മാത്രമേ പിടിക്കുകയുള്ളൂ, പുറവശം വേണ്ടേ വേണ്ട. So guys, thank you so much for watching my videos. Your comments, your likes means a lot. Keep supporting guys. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.